കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ട് നമ്മളിത് പാകത്തിന് വേവിച്ച് വെള്ളമൊക്കെ വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബീഫാണ്. ഇതൊരു 1/2 കിലോ ബീഫ് ഉപ്പും മഞ്ഞളും ഇട്ട് പാകത്തിന് വേവിച്ച് വെച്ചതാണ്. ഇത് ബീഫിൻ്റെ എല്ലാണ്. ഇതിങ്ങനെ തന്നെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അല്പം നെയ്യോടുകൂടി കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള എല്ലൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുണ്ട്. മുഴനെഞ്ചെന്നൊക്കെ പറയും ഇവിടെ നാട്ടിൻ പ്രദേശങ്ങളിൽ. അങ്ങനെ പറഞ്ഞാൽ അത് ബീഫൊക്കെ മേടിക്കുന്ന കടകളിൽ നമുക്കത് എടുത്തു തരും. ഇത് ഒരു 1/2 കിലോ ഉണ്ട്. ഇത് നല്ല രീതിയിൽ വേവിച്ചു. ഇതൊരു 4 വിസിൽ കേൾപ്പിച്ചു. ഇതൊരു 8 വിസിൽ കേൾപ്പിച്ചു. ഇതിട്ട് സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എല്ലിൽ നിന്നൊക്കെ ഉള്ള ഈ ജ്യൂസ് ഇതിലേക്ക് ഇറങ്ങണം. ഇതിൽ കിടക്കുന്ന ഈ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അതല്ല, ഇത് എല്ലും കപ്പയുടെ കൂടെ ഇടാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മീറ്റ് മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ ജ്യൂസ് വളരെ പ്രധാനമാണ്. ഇത് ജ്യൂസിന് നല്ല ടേസ്റ്റാണ്, നല്ല ഫലമാണ്. ഇപ്പോൾ കാലുവേദന, കൈവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇതുപോലെ എല്ല് വെന്ത വെള്ളം എടുത്തിട്ട് നമുക്ക് കപ്പ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. വളരെ ശരീരവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ ആടിൻ്റെ സൂപ്പൊക്കെ കഴിക്കില്ലേ, അതുപോലെ തന്നെ ഫലവുമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല മജ്ജയുണ്ട്. ആ മജ്ജയിൽ നിന്നൊക്കെ ജ്യൂസ് ഇറങ്ങിയിട്ടുള്ള ആ ജ്യൂസിന് നല്ല ഫലമാണ്. ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം 1 കപ്പ് തേങ്ങ അത് നമ്മൾ ഇതിനകത്തിട്ടൊന്ന് വറുക്കുകയാണ്. നമ്മുടെ തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്, അപ്പോൾ ഒരുപാട് കറിവേപ്പില വേണ്ട. പിന്നീട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടണം. ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇടുകയാണ്. ഇത് ഒന്ന് റോസ്റ്റ് ആവട്ടെ. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ, അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ബീഫും കപ്പയൊക്കെ വെച്ചതാണ്, എന്നാലും മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 സ്പൂൺ കുമിച്ച മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ്. അത് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഇട്ടിരിക്കുന്ന പൊടികൾ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓഫാക്കിയിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചൊഴിച്ചാൽ മതി. കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുകയാണ്. പിന്നീട് 2 വലിയ സവാള ഉള്ളി അത് ഇതിലേക്ക് ഇടുകയാണ്. നമ്മുടെ ഉള്ളി ഇവിടെ ഒരുവിധം വഴണ്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി, ഒരു 3/4 ടീസ്പൂണോളം വെളുത്തുള്ളി. നമ്മൾ ഇട്ടിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വഴണ്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം ഒരു 1/2 ടീസ്പൂണോളം പിരിയൻ മുളക് പൊടിയാണ്. ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് റോസ്റ്റ് ആവട്ടെ, ഒന്ന് ചൂടാവട്ടെ. ചീഞ്ചട്ടി നല്ല ചൂടായി കിടക്കുകയാണല്ലോ. ആ റെഡ് കളർ മാറിയിട്ട് ഒരു ബ്രൗൺ റെഡിലേക്ക് മാറട്ടെ. അതിനുശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ തക്കാളി, ഇതൊരു 2 വലിയ തക്കാളി ഉണ്ട്, അത് നമ്മൾ ഇടുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഉള്ളിയുടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടിയിൽ പിടിക്കുകയാണെന്ന് തോന്നിയാൽ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ബീഫിനൊക്കെ നല്ല നെയ്യുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇത് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടി പിടിക്കും തോന്നിയാൽ. അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് വഴറ്റാം. അടി പിടിച്ചതെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇളകി പോരും. അതിനുശേഷം വീണ്ടും ഇങ്ങനെ വഴറ്റിയാൽ മതി. അധികം എണ്ണ വേണ്ട. ഇപ്പം ഇത് നല്ല രീതിയിൽ വഴണ്ടിയിട്ടുണ്ട്. 2-3 വട്ടം വെള്ളം ഒഴിച്ച് ആണ് ഇത് വഴറ്റി ഈ ലെവലിൽ എത്തിച്ചത്. വെളിച്ചെണ്ണയല്ല, വെളിച്ചെണ്ണ ആദ്യം കുറച്ചേ ഒഴിച്ചുള്ളൂ. നമ്മൾ തേങ്ങ നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്കിതിലേക്ക് ചേർക്കാം. തേങ്ങ ചേർത്തു. ഇത് നമ്മൾ ബീഫിൻ്റെ എല്ല് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ ജ്യൂസ് മാത്രം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അതല്ല ഇത് മുഴുവൻ ഇടണമെന്നുള്ളവർക്ക് ആ രീതിയിൽ ഇടാം. ഇതിൽ നിന്ന് വെന്തിട്ട് ഇതിൻ്റെ സത്ത് മുഴുവൻ ഈ ജ്യൂസിലുണ്ട്. ഞാനിവിടെ കുറച്ച് ഇടുന്നുള്ളൂ. എല്ല് ഇങ്ങനെ കപ്പയിൽ കിടക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി. അതല്ല ഒട്ടും തന്നെ ഇടണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇത് സെപ്പറേറ്റ് വേവിക്കാൻ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഒരു 8 വിസിൽ അടിച്ചെങ്കിൽ ഇതൊരു 4 വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് വല്ലാതെ വെന്തു പോകും. എല്ലിൽ നിന്ന് നമുക്ക് ജ്യൂസൊക്കെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ അത് വേവിക്കണം. അതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബീഫ് ഇടുകയാണ്. അല്പം നെയ്യൊക്കെ ഉള്ള ബീഫാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടി ഇടുന്നുണ്ട്. എല്ലാ സ്പൈസസും കൂടെ പൊടിച്ചത് അതൊരു 1 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതിന് പാകമായ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം. അല്പം ഉപ്പും കൂടി ഇടുന്നുണ്ട്. കപ്പയൊക്കെ നമ്മൾ ഉപ്പ് പാകമാക്കി വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ കൂട്ടിന് ആവശ്യമായ ഉപ്പ് നോക്കിയിട്ടാൽ മതി. ഈ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് നല്ല രീതിയിൽ മഞ്ഞൾ ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളകും ചേർന്നിട്ടുണ്ട്. ഈ കുരുമുളകും മഞ്ഞളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. പിന്നീട് ഇതിലേക്ക് ബീഫിൻ്റെ എല്ലിൻ്റെ സൂപ്പ്, എല്ല് വേവിച്ച ആ സൂപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നല്ല ഫലമാണ്, നല്ല ടേസ്റ്റുമാണ്. പണ്ടൊക്കെ വീടുകളിൽ കല്യാണ സദ്യ ഒരുക്കലായിരുന്നല്ലോ പതിവ്. അപ്പം ആ സമയത്ത് തലേ ദിവസം ഇതുപോലെ ഒരു കപ്പയും ബീഫും, ഇന്ന് കപ്പ ബിരിയാണി എന്നൊന്നുമല്ല, കപ്പ ഇറച്ചി അങ്ങനെയാ പറയുന്നത്. അത് കഴിച്ചിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ആ എല്ലൊന്നും ഇതിനകത്ത് കിടക്കുന്നത് കാണുന്നത് ഇഷ്ടമില്ല. അതൊന്നും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് മാത്രം ഒഴിച്ചിട്ട് എല്ലൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേറെ നല്ല ബീഫ് ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇട്ടതുപോലെ തന്നെ ഇത് ഒരു 15 മിനിറ്റോളം ഈ ബീഫിൻ്റെ ഗ്രേവിയിൽ കിടന്ന് ഇതുപോലെ വഴണ്ട് വരണം. എന്നാലാണ് ഈ കപ്പയിലേക്ക് ആ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റ് ഇറങ്ങുള്ളൂ. ഇതെല്ലാം കപ്പയൊന്ന് കുത്തി ഉടച്ച് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു കാണാനുള്ള ഭംഗിക്ക് അധികം കുത്തി ഉടയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഉടയ്ക്കാത്തത് കൊണ്ട് ഇത് കുറേ നേരം കൂടി ഇങ്ങനെ കിടന്ന് വഴണ്ട് വന്ന് ഇതിലേക്ക് പിടിക്കണം. അതാണ് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ കാരണം. ഇതിപ്പം ഉടച്ച കപ്പയാണെങ്കിൽ നമുക്കൊരു 1.5 ഗ്ലാസ്സൊക്കെ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഉടയ്ക്കുന്നില്ല. അപ്പോൾ കുറേ നേരം കൂടി ഇതുപോലെ കിടന്നിട്ട് വഴണ്ട് വരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. അങ്ങനെ നല്ല കപ്പ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.